ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദ്രജയും വേദയും നന്ദിനിക്ക് വെച്ച കെണിയിൽ വിജയ് പോയി ചാടുകയാണ്. അങ്ങനെ നെയ് പോളിഷ് കലർത്തിയ പാല് വിജയ് കുടിച്ചതോടുകൂടി സൗണ്ടൊക്കെ മാറുകയാണ്. എന്നിട്ട് വിജയുടെ കൈയൊക്കെ തനിയെ ഇളകുകയാണ് കേട്ടോ. അതോടുകൂടി അത് കണ്ടും കൊണ്ട് ഇന്ദ്രജയും വേദയും വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് പറ്റിയത് മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ സൗണ്ട് മാറിയ വിജയ് പറയുകയാണ്, എനിക്ക് അറിയില്ല എന്ന് പറയട്ടോ. അങ്ങനെ അപ്പോഴത്തേക്കും ആ ഒരു സൗണ്ടൊക്കെ കേട്ട് പത്മയും യതീന്ദ്രനും നന്ദിനിയും ഒക്കെ വരികയാണ്. അപ്പോൾ കാര്യം ചോദിച്ചറിയുകയാണ്. അപ്പോൾ ഇന്ദ്രജ പറയണ, എനിക്ക് അറിയില്ല മമ്മി എന്ന് പറയട്ടോ. അങ്ങനെ വിജയ് ഓരോരുത്തരെ കാണുന്ന സമയത്തും വിജയുടെ കൈ നമസ്കാരം എന്നുള്ള ഭാവത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ ഇത് കാണുന്ന സൂര്യക്ക് നല്ല തമാശയായിട്ട് തോന്നുകയാണ്. എന്നിട്ട് അളിയന് ഇത് എന്തു പറ്റി എന്ന് ചോദിക്കട്ടെ. അങ്ങനെ സൂര്യ വിജയെ ഈ ഭാവത്തിൽ കണ്ടതോടുകൂടി സൂര്യ വിജയെ നന്നായിട്ട് തന്നെ കളിയാക്കുകയാണ്. അങ്ങനെ നന്ദിനിയെ കാണുമ്പോഴും വിജയുടെ കൈ നമസ്കാരം എന്നുള്ള കാര്യം കാണിക്കുകയാണ്. അതോടുകൂടി പത്മ പറയണേ, എന്താ വിജയ് ഇനി കാണിക്കുന്നത്? നമ്മുടെ വീട്ടിലെ വേലക്കാരിയോടൊക്കെ നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അവളെ എന്തിനാ ഇങ്ങനെയൊക്കെ ബഹുമാനിക്കേണ്ട കാര്യം നിനക്ക് എന്താണുള്ളത് എന്ന് പറഞ്ഞ് പത്മ ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണ, അത് ശരി, അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് എൻ്റെ ഭാര്യ ഇപ്പോൾ CEO ആയില്ലേ കമ്പനിയിലെ, അപ്പോൾ അതിനുള്ള ബഹുമാനം കാണിക്കുകയാണ്. അത് എന്തുകൊണ്ട് നന്നായി അളിയ എന്ന് പറഞ്ഞ് പത്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി സൂര്യ നന്നായിട്ട് തന്നെ ജയെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ പറയണ, സൂര്യ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്താണ് പറ്റിയത്? യതീന്ദ്രൻ രാജുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ രാജുവേട്ടൻ പറയണ, പാല് വേണമെന്ന് പറഞ്ഞു, അതും 2 പാക്കറ്റ് പാല് ഒരുമിച്ച് വേണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അതുപോലെ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തതാണ്. പക്ഷെ അത് കഴിച്ച ശേഷമാണ് സാറിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സംസാരത്തിൽ വ്യത്യാസം വരുന്നതും സൗണ്ട് പോയതും ഒക്കെ അങ്ങനെയാണ് എന്ന് പറയട്ടോ. അങ്ങനെ രാജു നേരെ പേടിച്ച് കിച്ചണിലേക്ക് പോവാണ്. അപ്പോൾ പത്മ ദേഷ്യം പിടിച്ചിട്ട് ഇന്ദ്രജയോട് പറയണേ, നീ ഇവനുമായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് പത്മ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ ഇന്ദ്രജ വേദയോട് ചെവിയിൽ സ്വകാര്യത്തിൽ പറയുകയാണ്, അല്ല ഇതിപ്പോൾ എന്താ നെയിൽ പോളിഷ് കലർന്ന പാല് കുടിച്ചാൽ സൗണ്ട് പോവലും വിറയലൊക്കെ ഉണ്ടാവുന്നത്? അങ്ങനെയല്ലല്ലോ, വയറുവേദനയൊക്കെ അല്ലേ വരേണ്ടത്, ഛർദിയും വയറുവേദനയല്ലേ വരേണ്ടത്? അപ്പോൾ വേദ പറയണ, അല്ല അളിയന് എല്ലാം വിപരീതമായിട്ടല്ലേ എല്ലാ കാര്യങ്ങളും സംഭവിക്കാറുള്ളത്, അതുപോലെ ഇതും വിപരീതമായി അളിയന് നടന്നിട്ടുണ്ടാവും. എല്ലാ കാര്യത്തിലും തലചെരിഞ്ഞ സ്വഭാവമല്ലേ, അതായിരിക്കും എന്ന് പറയട്ടോ. അങ്ങനെ ഇന്ദ്രജ ദേഷ്യം പിടിച്ച് വിജയും കൊണ്ട് റൂമിലേക്ക് പോവാട്ടോ. എന്നിട്ട് അവിടെ കൊണ്ടിരുത്താണ്. അപ്പോഴൊക്കെ വിജയുടെ കൈ വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ദ്രജ ദേഷ്യം പിടിച്ചിട്ട് വിജയോട് പറയണേ, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? നിങ്ങൾ എന്തിനാണ് പാല് വാങ്ങിച്ചു കുടിച്ചത്? നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, നിങ്ങൾ എന്തിനാണ് താഴത്തേക്ക് പോയത്? അപ്പോൾ വിജയ് പറയണ, അത് പിന്നെ എന്നോടൊരു വൈദ്യര് പറഞ്ഞതാണ്. വൈദ്യര് എന്ത് പറഞ്ഞു? വൈദ്യര് എനിക്കൊരു മരുന്ന് തന്നിട്ട് പറഞ്ഞു, 2 പാക്കറ്റ് പാല് കുറുക്കി കുടിച്ചാൽ മതി, നിനക്ക് എത്രയും പെട്ടെന്ന് സിംഹക്കുട്ടിയെ പോലത്തെ ഒരു കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞ്, അതിനു വേണ്ടിയാണ് ഞാൻ ആ പാല് വാങ്ങിച്ചു കുടിച്ചത്. അതോടുകൂടി ഇന്ദ്രജയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. സിംഹക്കുട്ടി ഇപ്പം എന്തുണ്ടായി? നിങ്ങൾ എല്ലാ ഏടാകൂടത്തിലും പോയി ചെന്ന് ചാടും. ഇത് ഞങ്ങൾ നന്ദിനിക്ക് വെച്ച് കെണിയായിരുന്നു. അതിലല്ലേ നിങ്ങളിപ്പോൾ ആ പാല് വാങ്ങിച്ചു കുടിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നന്ദിനിക്കാണ് ഈ അവസ്ഥ വന്നിരുന്നത്. നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് എന്ന് പറഞ്ഞ് ഇന്ദ്രജ ദേഷ്യം പിടിച്ച് വിജയുടെ തലക്കിട്ട് കിഴക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇന്ദ്രജ ഫാമിലി ഡോക്ടറെ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇത് മാറാനുള്ള പരിഹാരം കൂടി പറഞ്ഞു കൊടുക്കാനുണ്ട്. അങ്ങനെ ഫോൺ വെച്ച ശേഷം, ഇങ്ങനെ കൊണ്ട് എപ്പോഴും എനിക്കൊരു തലവിധിയാണ്. ഞാനിപ്പോൾ നന്ദിനിക്ക് വെച്ച് കെണിയായിരുന്നു, ഇങ്ങേരത് പോയി ചാടി, എന്നോട് പറയാതെ എന്തിനാണ് ഇങ്ങേര് കിച്ചണിലേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദ, ചേച്ചി ഏതായാലും മിണ്ടാതിരിക്കുക, ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്തു നോക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അളിയൻ്റെ സൗണ്ട് ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക, കൈയും ഇതുപോലെ വിറയ്ക്കും, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേഷ്യം പിടിച്ച് ഇന്ദ്രജ് വീണ്ടും വിജയിൻ്റെ തലക്കിട്ടൊരു കിഴുക്ക് കൊടുക്കണം. സമയം സൂര്യയാണെങ്കിൽ വിജയുടെ ഈ അവസ്ഥ കാണുമ്പോൾ നന്നായിട്ട് തന്നെ ആസ്വദിക്കുകയാണ്. അപ്പോൾ വീണ്ടും അവരുടെ റൂമിലേക്ക് പോവാൻ ഒരുങ്ങുമ്പോൾ നന്ദിനി തടയുകയാണ്. എന്താണ് സൂര്യ സാർ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഒന്നുകൂടി അളിയനെ പോയി കണ്ടിട്ട് വരാം, നീ ഇവിടെ നിൽക്ക് നന്ദിനി, എന്താ സാർ ഈ കാണിക്കുന്നത്? ഈ സാറിൻ്റെ ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുകയല്ലേ വേണ്ടത്? നന്ദിനി, നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവരെ ഡോക്ടറെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർ കാണിച്ചോളും, അല്ലാതെ നീ ഇതിൽ തള്ളിയിടാൻ നിൽക്കണ്ട. എന്തായാലും നന്ദിനി, ഞാൻ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോവാൻ ഒരുങ്ങട്ടെ. അതെന്താ സാറിപ്പോൾ പെട്ടെന്ന് പോകുന്നത്? സാധാരണ ഒരു 10 മണിയാകുമ്പോഴാണല്ലോ പോവാറുള്ളത്, ഇതിപ്പോൾ എന്ത് പറ്റി? അതോ എനിക്കിന്നൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ ഇപ്പോഴേ പോയി എല്ലാം ശരിയാക്കണം, ഞാൻ പോവട്ടെ നന്ദിനി എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, ഇപ്പം തന്നെ പോവല്ലേ സൂര്യ സാർ, ഞാൻ 10 മിനിറ്റിനുള്ളിൽ സൂര്യ സാറിനുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കിക്കോളാം. അപ്പോൾ ഇതുവരെയും ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഞാൻ 10 മിനിറ്റിനുള്ളിൽ തന്നെ സൂര്യ സാറിന് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാം. 10 മിനിറ്റിനുള്ളിൽ.
അതൊക്കെ ഉണ്ടാക്കാൻ കഴിയും. പെണ്ണുങ്ങൾ വിചാരിച്ചാൽ 10 മിനിറ്റിനുള്ളിലും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും. 2 മണിക്കൂറോളം എടുത്തും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും. അതാണ് പെണ്ണുങ്ങളുടെ ഒരു ഐഡിയ. അത് കേട്ടപ്പോൾ സൂര്യ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ നീ പറഞ്ഞത്? അതെ, സാറിനിപ്പോൾ എന്താണ് കഴിക്കാൻ വേണ്ടത്? അത് പിന്നെ എനിക്കിപ്പോൾ കഴിക്കാൻ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ? അതൊന്നുമില്ല, സാറിന് ഇഷ്ടമുള്ളത് പറഞ്ഞോ, ഞാൻ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി തരാം. എങ്കിൽ 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. നീ പോയിട്ട് നല്ല ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയും ഉണ്ടാക്കുക, അത് മതി. ഇത് കേട്ടപ്പോൾ നന്ദിനി പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോയി സൂര്യക്ക് വേണ്ടി അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാജുവേട്ടൻ ചോദിക്കുകയാണ്, എന്തു പറ്റി നന്ദിനി? നീയല്ലേ എപ്പോഴും പറയാറുള്ളത് സാവകാശത്തിൽ പണി ചെയ്താൽ മതിയെന്ന്, എന്നിട്ടിപ്പോൾ നീ എന്തിനാ ഇത്ര സ്പീഡിൽ ചെയ്യുന്നത്? അത് പിന്നെ സൂര്യ സാറിന് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് അത്ര, അപ്പോൾ പെട്ടെന്ന് തന്നെ സൂര്യ സാറിന് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ 10 മിനിറ്റിന് ഉണ്ടാക്കി തീർക്കേണ്ട, അതാണ് ഇത്ര സ്പീഡിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നന്ദിനി ഇഡ്ഡലിയും ഉപ്പുമാവും ചട്നിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ടേബിളിൽ രാജുവും നന്ദിനിയും കൂടി കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോഴത്തേക്കും സൂര്യ റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, നന്ദിനി ഇത്ര പെട്ടെന്ന് നീ ഉണ്ടാക്കിയോ? ആ, സൂര്യ സാർ ഉണ്ടാക്കി, പെട്ടെന്ന് തന്നെ സൂര്യ സാർ കഴിച്ചോ എന്ന് പറഞ്ഞ് നന്ദിനി വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് യതീന്ദ്രനും പത്മയും കൂടി അവിടേക്ക് വരുന്നത്. അപ്പോൾ പത്മയാണെങ്കിലോ നല്ല കനത്തിലാണ് വരുന്നത്. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് നന്ദിനിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനി പത്മയ്ക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ രാജുവും വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനിയുടെ ഭക്ഷണം വായിൽ വെച്ചതോടു കൂടി സൂര്യ പറയണ, നന്ദിനി നീ ഇത് 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയതാണെന്ന് പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പം നീ 10 മിനിറ്റ് കൂടി കൂടുതൽ എടുത്താലും ഞാൻ നിന്നെ ഒന്നും പറയില്ല. കാരണം നീ ഉണ്ടാക്കിയ വിഭവങ്ങൾ എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ്, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. ഇത് 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞറിയിക്കണം. അപ്പോൾ നീ കൂടുതൽ സമയം എടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാളും രുചിയല്ലേ ഉണ്ടാവുക. ഞാനിപ്പോൾ ഇത് ആരെയും ദേഷ്യം പിടിപ്പിക്കാനോ നിന്നെ വെറുതെ പുകഴ്ത്താനോ വേണ്ടി പറയുന്നതല്ല, അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നീ ഉണ്ടാക്കിയ ഈ വിഭവം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് നന്ദിനി എന്ന് പറഞ്ഞ് നന്ദിനിയെ പുകഴ്ത്തുകയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കാൻ, എന്താ സൂര്യ പറഞ്ഞത്? 10 മിനിറ്റിനുള്ളിൽ ഇതൊക്കെ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കട്ടെ. ഡാഡി ആദ്യം ഒന്ന് കഴിച്ചു നോക്ക് എന്ന് പറയട്ടെ. അങ്ങനെ യതീന്ദ്രനും കഴിച്ച് നന്ദിനിയോട്, നല്ല സ്വാദുണ്ട് നന്ദിനി, സൂര്യ പറഞ്ഞത് ശരിയാണ്, വെറുതെ പറയുന്നതല്ല എന്ന് പറഞ്ഞ് യതീന്ദ്രനും നന്ദിനിയെ പുകഴ്ത്തി പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന പത്മയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണ, നന്ദിനി നിന്റെ നല്ല മനസ്സുകൊണ്ടാണ് നിനക്ക് ഇത്രയ്ക്കും സ്വാദോടുകൂടി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നത്. എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മനസ്സോടുകൂടി ചെയ്താലാണ് ആ ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടുക എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണ് നന്ദിനി, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സൂര്യ നന്ദിനിയെ പുകഴ്ത്തുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ കമ്പനിയിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും ഒക്കെ ദേഷ്യം പിടിച്ച് ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോവുകയാണ്. സൂര്യയും യതീന്ദ്രനും നന്ദിനിയുടെ ഭക്ഷണത്തെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, നല്ല മനസ്സുണ്ടെങ്കിൽ ആർക്കും ഇതുപോലെ സ്വാദോടുകൂടി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും. ആ ഒരു നല്ല മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് ഇതുപോലെ സ്വാദോടുകൂടി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് പത്മയെ തട്ടിച്ച് സംസാരിച്ചിട്ടാണ് സൂര്യ പോകുന്നത്. പത്മ ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകുന്നത് കണ്ടപ്പോൾ യതീന്ദ്രൻ പറയണേ, എന്താ പത്മ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ യതീന്ദ്രനെ ഒന്ന് നോക്കിയ ശേഷം, തുറിച്ച് നോക്കിയ ശേഷമാണ് പത്മ പോകുന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയണ നന്ദിനിയോട്, നന്ദിനി വെറുതെ പറയുകയല്ല, ഇന്നത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക സ്വാദുണ്ട് കേട്ടോ, നല്ല സ്വാദുണ്ട്, ഞാൻ വയറ് നിറച്ച് കഴിച്ചു എന്ന് പറഞ്ഞ് യതീന്ദ്രന് എണീറ്റ് പോവാണ്. അങ്ങനെ രാജുവേട്ടൻ സൂര്യ കഴിച്ച പ്ലേറ്റ് എടുത്ത് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയണേ, രാജുവേട്ട ആ പ്ലേറ്റ് എടുക്കണ്ട, അത് അവിടെ തന്നെ വെച്ചേക്ക് എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി സൂര്യ കഴിച്ച അതേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന രാജുവേട്ടനൊക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ രാജുവേട്ടൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവരുടെ 2 പേരുടെയും സന്തോഷം ജീവിതകാലം മുഴുവനും നിലനിൽക്കണേ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് നന്നായി സന്തോഷിക്കുകയാണ് രാജു. അങ്ങനെ നന്ദിനി സൂര്യയുടെ പ്ലേറ്റിൽ തന്നെ ഭക്ഷണം ഇട്ട് കഴിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇനി പത്മ വരുന്നത്. അപ്പോൾ പത്മ അത് കാണുമ്പോൾ പത്മയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. സൂര്യയുടെ പാത്രത്തിൽ നന്ദിനി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് പത്മയെ കാണുമ്പോൾ നന്ദിനി ഒന്ന് നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിന് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനി അടുത്തത് എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടിയിലിട്ടോ. അങ്ങനെ നന്ദിനിയെ ദേഷ്യം പിടിച്ച് തുറിച്ച് നോക്കിയ ശേഷം പത്മ അങ്ങ് പോവുകയാണ്. അപ്പോൾ തൊട്ടു പുറകെ തന്നെ യതീന്ദ്രനും വരികയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്രന് സൂര്യയുടെ പ്ലേറ്റിൽ നന്ദിനി ഭക്ഷണം ഇട്ട് കഴിക്കുന്നത് കാണുമ്പോൾ യതീന്ദ്രന് ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ യതീന്ദ്രൻ ഒന്ന് പുഞ്ചിരിച്ച ശേഷം പത്മയോടൊപ്പം നേരെ പോവുകയാണ് കേട്ടോ. എന്നിട്ട് 2 പേരും കൂടി കാറിൽ കയറിയിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ പത്മ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോൾ യതീന്ദ്രൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഈ മൗനത്തിൻ്റെ പിന്നിൽ മറ്റെന്തോ ഒരു വലിയ ചതിയുണ്ടല്ലോ, ഇങ്ങനെ
മൗനത്തിൽ കൊണ്ടുപോയാൽ ശരിയാവില്ല. പത്മയെ കൊണ്ട് എങ്ങനെയെങ്കിലും സംസാരിപ്പിക്കണം എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് പത്മയോട് പറയണ, അല്ല പത്മ, ഒന്നും മിണ്ടാതെ ഇപ്പോൾ പെട്ടെന്ന് എവിടേക്കാണ് പോകുന്നത്? അതൊരു കാര്യമുണ്ട്. എന്താണ്? എവിടേക്കാണ് പോകുന്നത്? കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഏയ് ഒന്നുമില്ല, മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു പോയതാണ്. ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ യതീന്ദ്രൻ പറയണ, അത് ശരിയാണ്. ഇനി എത്ര ദിവസമായി ഒന്ന് മനസ്സറിഞ്ഞ് നീ സന്തോഷിച്ച് ഒന്ന് ചിരിച്ച് ഒന്ന് സംസാരിച്ചിട്ട്. അത് കേട്ടപ്പോൾ പത്മ ഒന്ന് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് യതീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല ഇപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നീ അത് പറഞ്ഞില്ലല്ലോ. അതിപ്പോൾ എവിടെ എത്താറായി? അപ്പോൾ അറിഞ്ഞാൽ പോരെ? അല്ല എന്താണെങ്കിലും നീ ഒന്ന് പറ. അതിപ്പോൾ എത്താറായില്ലേ? അപ്പോഴത്തേക്കും ഒരു കടയുടെ മുന്നിൽ പോയി നിർത്തുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ ഡ്രസ്സ് കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിയിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായില്ല? ഇല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളാണ്, 50-ആം വയസ്സാവുകയാണ്. അത് ഒന്ന് ആഘോഷിക്കണമെന്ന് ഞാൻ കരുതി. യതീന്ദ്രൻ പറയണ, അത് ശരി, എൻ്റെ പിറന്നാളാണെന്നുള്ളത് ഞാനത് മറന്നുപോയി. അപ്പോൾ പത്മ പറയണ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഓർമ്മയില്ല. ആ വേലക്കാരിയെക്കുറിച്ച് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാകുമല്ലോ. അത് കേട്ടപ്പോൾ യതീന്ദ്രൻ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ പത്മയും യതീന്ദ്രനും കൂടി കടയിൽ കയറി യതീന്ദ്രന് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം രാജുവേട്ടനും നന്ദിനിയും കൂടി സംസാരിക്കുകയാണ്. എന്താ പത്മ മേഡം സൂര്യ സാറിൻ്റെ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു അപകടമുണ്ട്. സൂര്യ സാറിൻ്റെ പ്ലേറ്റിൽ നന്ദിനി ഇരുന്ന് കഴിക്കുന്നത്, മോളിരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ പോയിട്ടുണ്ടല്ലോ. അതിൽ എന്തോ ഒരു ചതിയുണ്ട്. എന്തോ ഒരു മനസ്സിൽ അടുത്തത് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ പോയിട്ടുള്ളത്. അപ്പോൾ നന്ദിനി പറയും, അത് ശരിയാണ് രാജുവേട്ടൻ പറഞ്ഞത്. എന്തോ ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അടുത്തത് ഇനി എൻ്റെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടി, എനിക്ക് മനസമാധാനം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ രാജുവേട്ടൻ പറയുന്ന, ആശിക്കണം മോളെ, അവർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. ആ ഇന്ദ്രജ മേഡവും വേദ മേഡവും വിജയൻ സാറും എല്ലാം കണക്കാണ്. അതുകൊണ്ട് മോളൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയാം കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.